ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 9-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേകുർഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വാന്യമുന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മായ ബുദ്ധിതത്വത്തെയും അഹങ്കാരതത്വത്തെയും സൃഷ്ടിച്ചു. പിന്നീട് 14 അധിഷ്ഠാന ദേവതമാരെയും 10 ഇന്ദ്രിയങ്ങളെയും 4 അന്ധകരണത്തെയും പഞ്ചതന്മാത്രകളെയും പഞ്ചഭൂതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ വീണ്ടും ലോകസൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏതേ ഭൂതഗണാസ് തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേകുർ ഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തദാ. ഏതേ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണാസ് ഭൂതഗണാഹ പഞ്ചഭൂതങ്ങളുടെ കൂട്ടവും അവയുടെ തന്മാത്രകളും തഥാഹ അതുപോലെ ഇന്ദ്രിയഗണാഹ 10 ഇന്ദ്രിയങ്ങളെയും ദേവാശ്ച ദേവാഹ ച അധിഷ്ഠാന ദേവതമാരെയും ജാതാഹ സൃഷ്ടിച്ചു. എങ്കിലും പൃഥക് പ്രത്യേകിച്ച് നോശേകുർ നോശേകുഹു ശക്തന്മാരായില്ല, പ്രത്യേകിച്ച് അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ഭുവനാണ്ഡം 14 ലോകങ്ങളോട് കൂടിയ ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിതി വിധൗ നിർമ്മിക്കുന്ന കാര്യത്തിൽ നോശേകുഹു പ്രത്യേകിച്ച് ശക്തിയുണ്ടായിരുന്നില്ല. അതായത് ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങൾ, അവയുടെ പഞ്ചതന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, 4 അന്ധകരണം, 14 അധിഷ്ഠാന ദേവതമാർ, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഈ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുവാൻ മാത്രം ശക്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതായ അധിഷ്ഠാന ദേവതമാർ അപ്പോൾ എന്തു ചെയ്തു എന്നാണ്. അതായത് ദേവൈരമീഭിസ്തദാ ദേവൈഹി അമീഭിഹി തഥാ അപ്പോൾ അമീഭിഹി ഈ പറഞ്ഞിട്ടുള്ള ദേവൈഹി അധിഷ്ഠാന ദേവതമാർ എന്തു ചെയ്തു എന്നാണ് അടുത്ത 2 വരികളിൽ പറയുന്നത്. ത്വം നാനാവിധ സൂക്തിഭിർനുതഗുണസ്തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഹ. ത്വം അങ്ങയെ നാനാവിധ പല പ്രകാരത്തിലുള്ള സൂക്തിഭിഹി സൂക്തികളാൽ സ്തോത്രങ്ങളാൽ നുതഗുണ ഗുണങ്ങളെ കീർത്തിക്കുവാൻ തുടങ്ങി. ഈ അധിഷ്ഠാന ദേവതമാർ തങ്ങൾക്ക് ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുവാൻ മാത്രം ശക്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ ത്വം അങ്ങയെ പല പ്രകാരത്തിലുള്ള സ്തോത്രങ്ങളാൽ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങാകട്ടെ തത്വാന്യമൂന്യാവിശം തത്വാനി അമൂനി ആവിശൻ അമൂനി ഈ തത്വാനി മുൻപ് സൃഷ്ടിക്കപ്പെട്ടവയായ തത്വങ്ങൾ, ബുദ്ധിതത്വം അഹങ്കാരതത്വം തുടങ്ങിയ തത്വങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൂനി ഈ തത്വാനി തത്വങ്ങളുടെ ആവിശൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഭഗവാൻ സ്വയം ഈ തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തി അവയിലുള്ള ചേഷ്ടാശക്തിയെ അവയിലുള്ള ക്രിയാശക്തിയെ ഉദീര്യ ഉണർത്തിയിട്ട് ഉത്തേജിപ്പിച്ചിട്ട് താനി അവയെ ഒക്കെ ഘടയൻ കൂട്ടിച്ചേർത്തിട്ട് സംയോജിപ്പിച്ചിട്ട്
ഹൈരണ്യമണ്ഡം വ്യഥാഹ. ഹൈരണ്യം സ്വർണം, ഹൈരണ്യമണ്ഡം സ്വർണമയമായ ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ബ്രഹ്മാണ്ടത്തെ, അതായത് സ്വർണമയമായ ജഗദണ്ഡത്തെ വ്യഥാഹ അങ്ങു തന്നെ നിർമ്മിച്ചു. ഇങ്ങനെ ഈ 14 അധിഷ്ഠാന ദേവതമാർ ഭുവനാണ്ടത്തെ നിർമ്മിക്കുവാൻ മാത്രം തങ്ങൾ ശക്തരല്ല എന്ന് തോന്നിയപ്പോൾ ഭഗവാനെ നാനാവിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ ഈ മേൽപ്പറഞ്ഞ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് അവയിലുള്ള ക്രിയാശക്തിയെ ഉണർത്തിയിട്ട് എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ചിട്ട് സ്വർണമയമായ ഒരു അണ്ടത്തെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തെ സ്വയം സൃഷ്ടിച്ചു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങൾ, അവയുടെ പഞ്ചതന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, 4 അന്ധക്കരണം, ഇവയുടെ 14 അധിഷ്ഠാന ദേവതമാർ, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാൻ മാത്രം ഉള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതായ അധിഷ്ഠാന ദേവതമാർ അപ്പോൾ ഭഗവാനെ പല പ്രകാരത്തിലുള്ള സ്തോത്രങ്ങളാൽ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഭഗവാനാകട്ടെ ഈ സൃഷ്ടിക്കപ്പെട്ടവയായ തത്വങ്ങളുടെ ഉള്ളിലേക്ക് സ്വയം പ്രവേശിച്ചിട്ട് അവയിലുള്ള ക്രിയാശക്തിയെ ഉണർത്തിയിട്ട് അവയെ ഒക്കെ ഈ മുൻപ് സൃഷ്ടിച്ചവയായ എല്ലാ ഘടകങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് സ്വർണമയമായ ഹൈരണ്യാണ്ഡം, സ്വർണമയമായ ഒരു ജഗദണ്ഡത്തെ ഭഗവാൻ തന്നെ നിർമ്മിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പ്രഥം നോശേ കുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുത ഗുണസ്തത്വന്യമുന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഹ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥം നോശേ കുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുത ഗുണസ്തത്വന്യമുന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഹ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.